കർത്താവേ നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട ഭക്തരതായി മരിച്ചോർ കരുണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil one. For thine is the kingdom, the power, and the glory, forever and ever. Amen. കാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ടു പോയിരിക്കുന്ന ഇതിന്റെ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഇതിന്റെ ദാസിയെ ഇവിടുന്ന് വേണ്ടിക്കൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്തെ നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രൻ പരിശുദ്ധ റൂഹായുമായുള്ളവേ, എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്റെ പരിശുദ്ധന്മാരുടെ വസിക്കുകയും ചെയ്യുമാറാണമേ. നീ ജീവനെടുത്തിടുമ്പോൾ മൃതരായി മണ്ണിൽ ചേരുന്നു. മഹത്വം വാഴട്ടെന്നും തൻ ക്രിയകളിലൂടെ തെളിയട്ടെ. എഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവൻ. പ്രതിഭാസത്തിനും വിധവാസുതനെ വിടുവിച്ചോനെ നാം എല്ലായ്പ്പോഴും വിശ്രമമന്യേ സ്തുതി ചെയ്താരാധിക്കണം. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കാനായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പോഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ നിനക്ക് സമർപ്പിക്കുവാൻ കാരുണ്യവാനേടിയങ്ങളെ തീരുമാറാകണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ഖബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും
സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉടയവനെ അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസം മുഴുവനിലും സ്തുതി ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. God and creator of all, who sends down and brings up from Sheol, who binds violently and loosens mightily, who by death causes us to grieve, and by the hope of resurrection fills us with gladness. Incline your ear to your unworthy supplication. O Lord, and remember this our sister, who is in true faith has departed against you. Forgive her offenses, and make her to dwell in the heavenly habitations, and to join the congregations of your saints in the gathering place of her city, where she will meet with Abraham, Isaac, and Jacob, who lived by faith and in pity. Make us with her partaker of the everlasting blessing with your saints, for you are bountiful in mercies and abundant in spirit gifts. Unto you we offer praise and glory with your Father and Holy Spirit, now and forever. Hosha vapkulasman level binna level kabe. Oso yadha pever shubukona dato he. Uttarenar mino level min. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേ നൊരു നാദം ശ്രദ്ധിച്ചെന്നരികെ നിന്നേറ്റം ഖേദം തോന്നും നിനദത്തെ ലളിതകളെ ഭരതരുണന്മാരെയും യും കണ്ടേൻ പ്രഭുവനിതകളും ദാസികളും സന്താപാരവത്തിൽ പാടുന്നു വ്യസന സമേതം ചോദിച്ചേൻ കേടും നേം സുന്ദരരെ വ്യതയോടെന്തിനു പാടിയിടും നിന്നോ മിണ്ടാതെ നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബര രുചിതയേ സുഭഗതയെ മരണവശേഷം മായിക്കും ഈ സൗന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യന് തുല്യം ഈ സൗന്ദര്യം പാഴ്പുൽക്കൊടിയിന്മേൽ തങ്ങും തൂമഞ്ഞിന് തുല്യം ഈ സൗന്ദര്യം സന്ധ്യാവേളയതിൽ വാടിയിടുവിന് തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ കനിയുക കർത്താവേ ജീവൻ നൽകി തേജോവസന്നി അതിനെ അണിയിച്ചിടണമേ സർവ സ്തോത്രം സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച ഈ ധൂപം സ്വീകരിക്കണമേ. സ്വർഗ്ഗത്തിലെ മോഹനീയ വാസസ്ഥലങ്ങളിൽ ഈ ദാസിയെ വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും
മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും നീ ദാസിയാക്കണമേ. ദേവേശാനിൻ പരിചാരികതന്നാത്മാത്തെ ശാന്തി സമേതം കൈക്കൊള്ളുക. ഇവൾ തൻ കുറ്റം മോചിക്കാൻ ഇവളെ വിധിക്കരുതേ നാഥ. പിഴ തീണ്ടാൻ തോന്നിയേകൻ അപരാധികളർഹിച്ചിടും. നരകത്തിനവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭന മനവറ പോകേണ ബാറക്കുമോ. അവരുടെ മേൽ തെല്ലില്ല നിന കധികാരവും അവകാശമതും. ബലവാനാം സൃഷ്ടാവരെ വിസ്താരം ചെയ്യുന്നോന. അവരങ്ങേ ദാസന്മാരും പങ്കാളികളാം തനയരുമാം. നിന്നിൽ നിന്നിവരെ രക്ഷി ചേകിടുമെന്നതമാം രാജ്യം. കന്യാകമാരോപം ചേരും നീ സഹജേ. പുനരുത്ഥാനത്തിൽ വ്യാകുലലോകമിതൻ ചിന്താ വിഷയമതായി ആദിമകാലത്തെ കന്മാനസമോടി സൃഷ്ടിയോർക്കൊരു ഞാൻ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരെയോ നാരികളത്യധിക വ്യഥയിൽ നാൾ പോക്കി വേദനയോടു സുതരേ പ്രസവിച്ചിടുന്നു. മോറിയോറാഹേ മേലെ നോവാദാവേ കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയ നീ പുതുതാ കീടണമേ. പാപം മോചിക്കാകുറ്റം മായിക്ക പരിശുദ്ധന്മാരോടൊപ്പം തവ സ്തുതികൾ. നീതിവിധി ദിവസം ഇവൾ പാടിയിടട്ടെ. വന്നവനും വരുപോലും മൃതന്നുയരും സുതനന്ന ശരീരാത്മാക്കൾ പാടണമേ. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട മസിയുടെ വേർപാടിൽ ദൈവസന്നിധിയിലേക്ക് അമ്മച്ചിയെ സമർപ്പിക്കുന്നതിന് വേണ്ടി ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഓർമ്മിക്കുന്നതിന് വേണ്ടി ആണല്ലോ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുക. മലങ്കര സഭയുടെ ആരാധന ക്രമമനുസരിച്ച് 4 ശുശ്രൂഷകളാണ് സുസംസ്കാര ശുശ്രൂഷയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതിലെ 3 ശുശ്രൂഷകൾ ഇവിടെ അവസാനിച്ചു. ഏറ്റവും അവസാനത്തെ ശുശ്രൂഷയാണ് ഉടനെ നടക്കുവാനായിട്ട് പോവുക. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം കൊണ്ട് ഈ കുടുംബത്തിൻ്റെ
ദുഃഖത്തിൽ നാം ഓരോരുത്തരും പങ്കുചേരുന്നു. ആ പങ്കുചേരൽ ഒരു വലിയ പ്രാർത്ഥനയായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനും നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു പ്രത്യാശയുടെ അനുഭവത്തിൽ വളരുവാൻ ഈ പ്രാർത്ഥനയിൽ നടത്തുന്നതായ എല്ലാ ചിന്തകളും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ സഹോദരനും സഹോദരിയുമായിട്ട് തന്നെയാണ് കാണുവാൻ ദൈവം നമ്മെ പഠിപ്പിച്ചത്. നമ്മിൽ നിന്ന് ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് പോകുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നത് കാണുമ്പോൾ ഒരിക്കലും നമ്മൾ പറയാറില്ല എനിക്കും ഇതുപോലെയൊരു ജനനം ഉണ്ട് എന്ന്. ഉണ്ടായിരുന്നു എന്നേ പറയാൻ സാധിക്കും. ഓരോ മരണവും കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും എനിക്കുമുണ്ട് ഇതുപോലൊരു മരണം. ആ മരണത്തിലേക്കുള്ള ചിന്തയിൽ സമാധാനം നഷ്ടപ്പെട്ട, പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിക്കാനല്ല, കൂടുതൽ കൂടുതൽ പ്രത്യാശ നമ്മൾ സ്വീകരിച്ച് അത് നമ്മളെ തുടർന്നുള്ള ജീവിതത്തിൽ വളരെയധികം ബലപ്പെടുത്തുവാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കുടുംബാംഗങ്ങളോടുള്ള ഹൃദയപൂർവമായ അനുശോചനം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഈ അമ്മച്ചിയെ ധാരാളം തവണ കാണുവാനും അടുത്തിടപഴകുവാനും ആശ്ലേഷിക്കുവാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പല ആളുകൾക്കും അച്ഛൻ്റെ നിര്യാണത്തിലും ഞാൻ വരുവാനുള്ള ഭാഗ്യമുണ്ടായി. ഇന്ന് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ നിമിത്തമാണ് താമസിക്കേണ്ടതായിട്ട് വന്നത്. എങ്കിലും ഈ സമയത്തെങ്കിലും എത്തിച്ചേരുവാനിടയായി എന്നുള്ളതിൽ ദൈവത്തിന് നന്ദി പറയട്ടെ. ഈ അമ്മച്ചിയുടെ സ്നേഹവും കരുതലും പ്രത്യേകമായ വാത്സല്യവുമൊക്കെ ഇവിടിരിക്കുന്ന ധാരാളം പേര് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്ര വലിയ ഔദാര്യം, അത്ര വലിയ കാരുണ്യം സ്ഫുരിക്കുന്ന കണ്ണുകൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ പര്യാപ്തമായ വലിയ നന്മ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു അമ്മച്ചിയാണ്. തീർച്ചയായിട്ടും ഈ അമ്മച്ചി സ്വർഗത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകമായി യാതൊരു സംശയവും എനിക്കില്ല. ആ അമ്മച്ചിയുടെ സ്വർഗീയവാസം, ദൈവത്തോടു കൂടിയുള്ള വാസം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും തുടർന്ന് അനുഗ്രഹത്തിന് കാരണമായി തീർച്ചയായും പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ വെച്ച് ഈ അമ്മച്ചി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. നീ കുറെ കൂടെ കൂടുതൽ ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ അമ്മച്ചിക്ക് തന്റെ മരണത്തിലൂടെ സാധ്യമായിരിക്കുന്നു. നാം ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഈ അമ്മച്ചിയെക്കുള്ള സ്മരണ ഒരിക്കൽ മായ്ച്ചു കളഞ്ഞു എന്ന് വരാം. പക്ഷെ അമ്മച്ചി ഒരിക്കലും ഇനിയും നമ്മയെക്കുറിച്ചുള്ള സ്മരണ ഒരിക്കലും മാഞ്ഞു പോകാൻ ഇടയാവുകയില്ല. കാരണം ഈ ലോകത്ത് വെച്ച് അത്രമാത്രം നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി മാധ്യസ്ഥപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുവെങ്കിൽ ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ഒരിക്കലും നമ്മളെ മറന്നു പോകില്ല എന്നുള്ള ആ വലിയ സത്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടും ആത്മാഭിമാനത്തോടും വലിയ സംതൃപ്തിയോടുകൂടെ ഈ അമ്മച്ചിയെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കാം. വായും കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ നൽകുന്ന യാത്രാമൊഴിയിലെല്ലാം അമ്മച്ചിയോട് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ പറയാം. അമ്മച്ചിക്ക് പിന്നാലെ ഞങ്ങളുടെ ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതിന് തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആ പ്രാർത്ഥന പ്രത്യേകമായി യാചിച്ചുകൊണ്ടും അതിലെ പ്രത്യാശയിൽ ഉൾച്ചേർന്നുകൊണ്ടും ഈ പ്രാർത്ഥനയിൽ, ശുശ്രൂഷയിൽ യാതൊരു പുരസ്സരം നമുക്ക് പങ്കെടുക്കാം.
ദൈവമായ കർത്താവേ, താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് വ്യർത്ഥലോകത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഉയർപ്പ് ദിവസം വരെ നിന്റെ വിശുദ്ധ മാലാഖമാരാൽ വഴി നിർത്തപ്പെടുവാനിടയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഈ ആത്മാവ് മുഖപ്രസന്നതയോടെ അവിടെ നിന്ന് നിന്നെ എതിരേൽക്കുമാറാകണമേ. ഭൂകട്ടൻ പ്രാർത്ഥന നിൻ സവിധേ ഹാലേലൂയ ശ്രദ്ധിച്ചിടണമെൻ യാചനയെ. ഒഴിയിൽപ്പെട്ടവരൊപ്പം ഹല്ലേലൂയ തുണയറ്റവനോട് തുല്യമായി പാർക്കുമോ. സൗഭാഗ്യം നിങ്ങൾക്ക് താനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തോത്രവും മഹിമയും പുകഴ്ചയും മനസ്സുരാകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മാതാവും നിർമ്മിക്കപ്പെട്ടവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കവറടങ്ങിയവരുടെ പുനർജീവനും ദുഃഖിതരുടെ ആശ്വാസവും വ്യസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായിരിക്കുന്ന തനിക്ക് സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹനീയമോ കൃപയും സത്യവും വളരെയുള്ളവനും സനാതന തേജസ്സും ജീവനും മരണമില്ലായ്മയുടെ ഉറവിടവുമായ കർത്താവേ, നീ സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമാകുന്നു. നീ അത്യുഗ്രനും ആധിപത്യത്തിൽ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാത്രേ. നിന്റെ ദിവ്യ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളില്ല. അഗാധ ചിന്തകളും ഹൃദയ നിരൂപണങ്ങളും നിന്റെ മുമ്പാകെ പരസ്യവും നഗ്നവും അത്രേ. നിന്റെ നിശ്ചയങ്ങൾ അപരിമേയങ്ങളും മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായിക്കുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സല പുത്രനായ യേശുമിശിഹായെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും അനശ്വരവുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ ദാസിയുടെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഈ ദാസിയുടെ തെറ്റുകൾ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസിയുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ നിന്റെ വലത്തുകൈ ഈ ദാസിക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഈ ദാസിയെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഈ ദാസിയെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഈ ദാസിയെ രക്ഷിച്ചു കൊള്ളണമേ. ഈ ദാസിയുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ ഈ ദാസിയെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ എല്ലാവരും കുറ്റക്കാരാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യം നീ തൃക്കൺമാർക്കണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശുദ്ധനാമവും നിന്റെ മഹാകരുണയും ഞങ്ങളിലും നീ ദാസിയിലും ഓർമ്മിക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ
നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ ദാസിയുടെ മേൽ ഉദിക്കുമാറാകണമേ. ഈ ദാസി വിശ്വസിച്ച ജയമുള്ള സ്ലീബ ഈ ദാസിയെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി തീരണമേ. നിർമ്മലവും സന്തോഷപ്രദവും പാപരഹിതവുമായ ജീവിതം നയിച്ച് അന്ധകാര സേനകൾക്ക് വിധേയമാകാത്തതും സമാധാനപരമായ നിര്യാണം പ്രാപിക്കുവാൻ നിന്റെ ആരാധകരായി ഞങ്ങളെ എവരെയും യോഗ്യരാക്കണമേ. കരുണാപൂർവം ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതർക്ക് മനോധൈര്യം കൊടുക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ അവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമാകുന്നുവല്ലോ. കർത്താവേ, നിന്റെ അഭിഷിക്തനുള്ള പ്രത്യാശയിൽ ഞങ്ങൾക്ക് മുമ്പായി നിന്റെ അടുക്കിലേക്ക് യാത്രയായവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരെയും ഇവിടെ അവശേഷിക്കുന്നവരെയും ഞങ്ങളെയും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരാക്കണമേ. ഹോസോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നീക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബാധാദേഹം വന്നിടുക നിന്നുടെ മുമ്പാകെ ജീവനന്ത്യമടുക്കുമ്പോൾ എന്നാത്മാവിൻ ചെയ്തികളും പ്രതിഫലമതു നേടിടുമ്പോൾ എന്നേട്ടങ്ങൾ തുണയേക പൊന്നിന്നേതും വിലയില്ല യേശു നീയൻ ദേവേശൻ ന്യായാസനമതിലുപവിഷ്ടൻ പുണ്യം നേടിയിട്ടില്ലെങ്കിൽ ധനമുതകില്ല ധനവാന് ശുദ്ധതയില്ലെങ്കിൽ പാവ കേട്ടവനും തുണ കേട്ടിട ഉത്തമനെ മനുജ പ്രിയനേ അവിടന്മേ കൃപ ചെയ്യണമേ. ദൈവം ഞാനധിക്കുന്നു. ബർഗ്മോർ കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം നിനക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൽപ്പന പ്രകാരം ഇഹലോകവാസം വെടിഞ്ഞ ഇതിന്റെ ദാസിയുടെ ആത്മാവിന് വേണ്ടി അങ്ങയോടടിയങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, ഈ ദാസി പിശാചുക്കളുടെ ബലമേറിയ പിടിയിൽ നിന്നും അദൃശ്യരും വായുമണ്ഡലവാസികളുമാകുന്ന വഞ്ചകരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമാറാകണമേ. എന്നേക്ക് ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളോടുള്ള നിന്റെ ബഹുലമായ കരുണയാൽ ഈ ദാസിയുടെ ആത്മാവ് നിന്റെ വിശുദ്ധന്മാരുടെ നിവാസ സ്ഥാനങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും വന്നു ചേരുകയും ചെയ്യുമാറാകണമേ. നിൻ ശരണേ മൃത
നാവിൽ പ്രലപനവോ ഹൃദിവ്യഥയും നാഥ നൽകണമാശ്വാസം. പീഡതിലനസ്യൂതം വ്യാപരിച്ചോളിവളെ കബറതിലെ കന്യ പേറുന്നു നാഥ നൽകണമാശ്വാസം. ൊരു കുറ്റം മനുജകുലത്തിന്മേൽ മരണമതുളവാക്കി നൽകണമാശ്വാസം. ജീവിപ്പോർ മധ്യേ ഗൃഹഭൂഷണമായോ മൃദരപ്പം കബറാന്നോളെയുദ്ധാരൻ ഭൂഷിതയാകട്ടെ മാധാമൃതയാമീ ദാസിക്കാ ശ്വാസം നൽകാ. സഹജാദേ ഭൂവാസം നിരസിച്ചോളെ രാജകുമാരൻ പാർപ്പിക്കും മണിയറ തന്നിൽ നീ വീട്ടാരെയും സുതരെയും വേറെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും. കൂട്ടായി നിൻ സ്ലീബാ ഭീകരമാം കടവതിലാർന്നു താഴിരുളിൻ സേന നിവകത്തെ പാലിക്കട്ടെ. സ്ലീബാത്ത കോലാ പറുദീസിൻ വാതിലിലേറി ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിയിടട്ടെ. അപ്പോസ്തലനായ പൗലോസ്ലീഹ തെസ്സലോനിക്കയിൽ എന്നാൽ മഹായി ബാരിക്കുമോ. സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാവശ്യിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കുന്നത് എന്താ അറിഞ്ഞുകൊള്ളുകയും ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാവശ്യവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാലാഖമാരുടെ അകമ്പടി ശബ്ദം ദൈവത്തിന്റെ കാഹളധ്വനി ഇവയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മശിഹായിൽ ഉൾപ്പെട്ടവരായ മരിച്ചവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്തുതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനം മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ആഹായി ബാർക്കുമോ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസരിച്ച വിശുദ്ധമായ ശ്ലീഹായ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരമെടുത്തവരും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ പരസ്യ ജീവിതകാലത്ത് ഇപ്രകാരം മറുപടി ചെയ്തു. സ്വർഗരാജ്യങ്ങളൊക്കെ എടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യങ്ങൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കിനോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്നവനെ എതിരേൽക്കുവീനെന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന വിളക്കുകൾ കളിച്ചു. വിവേകശൂന്യങ്ങൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുകയും. അവർ വാങ്ങാൻ പുറപ്പെട്ടപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുകയും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. നാം എല്ലാവരും ഭംഗിയായി നിന്ന് സങ്കടപൂർവ്വം ദൈവത്തിന്റെ പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയലായി സോൻ എന്ന് ചൊല്ലണം. മരണമുള്ള ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനായ മെസ്സിയാ തമ്പുരാനേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണ ആഗ്രഹിക്കുന്നതുമായ എല്ലാവർക്കും നിന്നിൽ നിന്ന് പാപമോചനവും കരുണയും ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നാം ശബ്ദമുയർത്തി 3 പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ചൊല്ലണം. പ്രത്യേകമായ സൗകര്യത്തെ പ്രതി കല്ലറയിൽ വെച്ച് നടത്തുന്ന ശുശ്രൂഷകൾ ബിജിയുടെ മുഖം മൂടുന്നത്, അതുപോലെ മണ്ണാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണ് ഇട്ട് നടത്തുന്ന ശുശ്രൂഷയും കഴിഞ്ഞ് പെട്ടി ഇവിടെ നിന്ന് ഭദ്രമായി അടച്ച് കല്ലറയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ സമയം ഏറ്റവും അടുത്തവർക്ക് അന്ത്യജപം കൊടുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് സൗകര്യമായിട്ട്
അതിൻ്റെ ക്രമമനുസരിച്ച് ഞങ്ങൾ ദീപനം കൊടുക്കാനായി ഓർപ്പിക്കുന്നു. മുഖം മൂടുന്ന ആള് ഏറ്റവും അവസാനം മുഖം മൂടുന്ന കൂട്ടത്തിൽ അന്ത്യജപനം കൊടുത്ത് മുഖം മൂടാവുന്നതുമാണ്. പറഞ്ഞിട്ട് മുടിയ മതി. പക്ഷേ ഇപ്പോഴും ദീപം നോക്കാനായിട്ട് പറയാം. പേർക്കായി പാടിടുവേ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്ത് തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളികൂട്ടുന്നോർക്കായി വെളിവാകും നാഥ നിന്റെ വിഗമം വലഭാഗെ നിർത്തണമിവളെ പ്രിയരേ സാക്ഷാൽ ഭയമുൾക്കൊള്ളുന്നേ അതിഭയപീഡകളൻ ചിത്തമിളക്കിയിടുന്നു ജഗതിരക്ഷകനാം മശിഹാനൃപനൻ ാൽ പോകും സങ്കടപൂർവം ഭുവനവിവാസികളെ സശുഭം വാണിടുവിൻ ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം പോകുന്നേ നൽകാൻ എന്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശന്തൻ തിരുസന്നിധിയിൽ വൈരോഗ്യം സുമുഖ കേതും ഹൃദിയേ നീ സ്നേഹിതനൊത്തുലസിക്കുന്നവനേകും കഥനം വന്നിനി നീക്കി ദുഃഖിതരെ സൽപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ ആഴോഴിയിലുയരും സുസാരപ്പൂക്കൾ കൈപ്പണിയല്ലാത്തൊരു വസ്ത്രം ചാത്തിയിടുമ്പോ ആദാമക്കൾക്കായി റുക്കുദിശാമേദ വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നു അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമേ പേർക്കായി പാടിടുവേ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ
പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളികൂട്ടുന്നോർക്കായി വെളിവാകും നാഥാ, നിന്റെ വിഗമം വലഭാഗെ നിർത്തണമിവളെ. മൽപ്രിയരെ സാക്ഷാൽ ഭയമുൾക്കൊള്ളുന്നേ, അതിഭയപീഡകളൻ ചിത്തമിളക്കിയിടുന്നു. ജഗതിരക്ഷകനാം മശിഹാ നൃപനൻപേ, കാൽവിട്ടതിനാൽ പോകുന്നേ സങ്കടപൂർവം. ഭുവനനിവാസികളെ സശുഭം വാണിടുവിൻ, ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം. പോകുന്നേ നൽകാൻ എന്റെ കണക്കെല്ലാം, സർവരഹസ്യ വിധീശന്തൻ തിരുസന്നിധിയിൽ. വൈരൂപ്യം സുമുഖ കേകം ഹൃദിയേ നീ, സ്നേഹിതനത്തുലസിക്കുന്നവനേകും കഥനം. വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരെ, സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. ആഴൂഴിയിലുയരും സുസാനപ്പൂക്കൾ, പിറകെ വന്നപ്പോ ചുറ്റും പാർത്തെ തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളികൂട്ടുന്നോർക്കായി വെളിവാകും നാഥാ, നിന്റെ വിഗമം വലഭാഗെ നിർത്തണമിവളെ. മൽപ്രിയരെ സാക്ഷാൽ ഭയമുൾക്കൊള്ളുന്നേ, അതിഭയപീഡകളൻ ചിത്തമിളക്കിയിടുന്നു. ജഗതിരക്ഷകനാം മശിഹാ നൃപനൻപേ, കാൽവിട്ടതിനാൽ പോകുന്നേ സങ്കടപൂർവം. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയായ ദാസിക്ക് നിന്റെ സ്വർഗീയ സേനകളുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഈ മൃതശരീരത്തിൽ ഒഴിക്കപ്പെടുന്ന തൈലം മൂലം വായുമണ്ഡലത്തിൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളാൽ ഈ ദാസി പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദം ഈ ദാസിക്ക് നൽകണമേ. ഈ ദാസി സന്തോഷപൂർവ്വം നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും
എന്നേക്കും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നീ അരുളി ചെയ്ത പ്രകാരം എന്റെ കർത്താവേ, അങ്ങയുടെ ദീർഘതമെന്നായി നിന്റെ ദാസിയിൽ നിറവേറ്റിയിരിക്കുന്നു. സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ബാക്കി ബന്ധുക്കൾക്ക് എല്ലാവർക്കും കുതിരിക്കാൻ കല്ലറയിൽ നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോഴേ ഇവിടുത്തെ ശുശ്രൂഷ ഏതാണ്ട് അവസാനിക്കുകയാണ്. കുക്ലിയം ചൊല്ലി ഇതിന് ശേഷം ഏതായിട്ട് ഏതായാലും പുറത്തിറങ്ങി കല്ലറയിലേക്ക് പോകാവുന്നതാണ്. എന്തെങ്കിലും ക്രമീകരണം അനൗൺസ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് നൗ. സോറി. Any announcement? ഈ സമയത്തിലൂടെ യൂണിറ്റി ഉണ്ട്. അതിനുശേഷം വോട്ട് താങ്ക്സ്. അത് കഴിഞ്ഞ് നമ്മൾ സെമിറ്ററിയിൽ പോയി ബറിയലിന് ശേഷം എല്ലാവരും റിക്വസ്റ്റ് ജോയിനേഴ്സ് Cary Senior Center for lunch. So that's the plan for now. For coming today. I wish Amachi well on her final journeys towards heaven. It really means a lot to see you all here today. As many of you know, Amachi's faith and family are what always came first to her. She was really proud of her Kaniamparambil upbringing. And one of her favorite memories was of when she was a child in Raleigh, and when her great-grandfather would take her by the hand to see sermons by Billy Graham every time he came to Kerala on mission trips. She would tell us about how large the crowds were, how caring her father was, and how powerful Billy's message was each time she went. It's actually pretty incredible how Billy was from North Carolina, and Amachi ended up living here as well, years after she heard his sermons. And Amachi was always humble and thankful for all the things she was blessed with. She had wonderful siblings who cherished her, a husband who loved her for over 60 years, 5 children who she was a solid rock to, and 5 children-in-law that cared deeply for her, and 10 grandchildren who absolutely adored her. She was a woman who was truly loved through and through.
I think one of the most important things Amachi was grateful for was how close the 10 of us grandchildren are to each other and how we were to her. Although some of us don't see each other for months at a time, it's like we are never apart when we come together. Through good times and hard times. It's a precious bond you don't see every day. And Amachi would always remind us of how lucky we are to have it. I realize now how our memories together were priceless. And I'm extremely thankful for the time I got to spend with her and the lessons I was able to learn from her, especially those concerning forgiveness and resilience. I love you, Amachi. Thank you for being my rock as well. Thank you, dear loved ones, for coming today. Amachi was always so caring for all of us. I remember when she would come to Dallas to see us every so often to visit, and I would never leave her alone. Amachi taught me many things growing up, but one thing that I learned especially from her that left a lasting impact on me is the sanctity of marriage. Looking back, they have shown that their marriage is truly a sacrament, and that seeing the story come to fruition shaped my ideals and principles of the sacrament of matrimony. Amachi was always passionate of her cooking, and she would make some really good chicken roast curry. My parents still use her handwritten cookbook to make Indian dishes at home. When I was younger, she used to say I used to give her attention because I would never leave Amachi alone. I haven't seen Amachi for a while now, since we came to North Carolina only once in a while these years. But when I call her, I tend to talk to her in Malayalam because she likes to hear it come from me. And I'll miss Amachi and all the joy she brought to me in my years growing up. And I'll miss all the memories I share with her in Texas, India, and North Carolina. Hello, thank you all for coming today. Amachi was really gentle-hearted. She had like the most patience, and like every time we would always get in fights at her house, like she would always like like forgive. And so she always taught forgiveness. She always had a smile on her face. She, I never seen her like really angry or anything. She'd always just like laid back if there's something going on heated. She just like smiled and just called it a day. She was like definitely the peacemaker of our family. We would get in like small little fights, like petty fights, and she'd be like, "It's okay, like don't worry, blah blah blah." She always would teach me how to cook. She would say, like, when I was your age, I need to like, cook all these dishes, and I would run away because I'm not ready for that yet. So she would like do sambar or something. She had a lot of boyfriend pride. There were like a lot of Kelachandra versus boyfriend, like who's better fights usually. I'm sure she missed Upperton a lot. That was basically her right hand as Upperton for her. So. Now they're always forever together. Whenever I saw Amachi, the first thing she'd always say was, "Ada ni shina chapoy." You need to eat more. Then she'd give me a couple oranges and force me to eat them. She always used to tell us about her childhood and how she grew up with elephants around the house and how she had to cross a river every day to get to school. She told us about how she taught Mona Pichin 5th grade social studies at Rania Pichin School. I remember whenever all the grandchildren had sleepovers together, we'd stay up late into the night talking, and Amachi would always come and stand there
until we pretended to fall asleep. Amachi always wanted us to focus on our studies. She always asked us about our grades and told us to do better, even if we already had straight A's. Amachi was very proud of her grandchildren. She would tell everyone she met about their accomplishments and how we were such good kids. I hope that I will continue to make her proud. Thanks for coming, everybody. What hurts me the most, I think, is that I can't see Amachi smile anymore. She always welcomed family, and with her passing, that's exactly what she did. I know that if she were still here, she'd most likely be sitting in a chair for most of this, but it'd be like she was there waiting for someone. I think that someone was Apacha. She seemed a lot more lonely ever since he passed, and I don't think anyone can blame her. She seemed to light up again, though, whenever she spotted one of her grandchildren, so it was always worth it to visit her. The legacy she left for me will always be reminded to me through my mom's cooking. Part of the reason why it's so delicious is because of Amachi. And lastly, I want to thank Amachi for urging me to pray every night. What started off as a habit eventually turned into a lifestyle. Thanks for everything, Amachi. I love you, I will miss you, and I will pray for you. I am so grateful to have Amachi take care of all of us. She was such an inspiration, as she always encouraged all of us to be our best. For 17 years, she'd always sing her Parettu, 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 Chingavanam song to motivate us on getting good professions. I will always remember her unique kisses where she would basically inhale or smell our faces, or fighting with my siblings at our old house to be able to sleep in her bed. She would always have water by her side so she didn't have to go downstairs in the dark if we were thirsty during the middle of the night. Every night, she would always remind us to pray for everyone before going to sleep. Despite all the good memories, I am grateful that she is with Apacha watching over us. I love Amachi so much and will miss her dearly. I was always Amachi's tech guy, so if she had an iPad problem, I'd be the first to, I'd be there. If she wanted to watch a Malayalam show or a serial, I'd be there. I even wrote step-by-step guides, so it'd be easy for her to do it on her own, but she lost the papers very quickly, so that didn't really work out. Every time she was at our place, I'd always sleep with her, and sometimes she'd tell me stories of how life was sort of rough back in India, and how she had to walk miles just to get to school. And I said, "Oh, this is 2018, I'm about to take a flying car to school next year, son." It's hard to follow that up. I know what you're all thinking here, that it's too early. At least I am thinking about that very hard. Especially since not a little bit over a week ago, everything was as normal as it should be. And everything changed in just a matter of days. Thinking about this takes me back about 2 years to Kevin's graduation. I got to stay there the day before the party went on, and so I got to hear Amachi talk about how happy and proud she was of Kevin, because now half of her grandchildren have graduated. And so I was downstairs with her, talking to her, and she was just so filled with excitement. But in the middle of the conversation, she said to me, she asked me if she would even make it to my graduation. And I was so off-put by that over time I eventually told her that she definitely would be, because I didn't see this coming at all. I don't think she believed it though when I told her, and here we are now. But with that being said, and being all sad and all, the promise, it's not so bad that I didn't get to see
see her at my graduation, because right now, the time that Amachi has left us in, we're all in exceptional parts of our lives. Each one of her grandchildren are going through something major right now. Benny said she has finished college. She has a job now. She's basically got a life for herself. And while they're still in school, Amachi, Tina Chichi, Joshua, and Kevin are all in college. They're laying the foundation for their careers. Caitlin isn't that far from graduating herself. Me and Isaiah don't have that much longer before we're out of school. Too bad we got summer assignments. Jessica just finished her first year, and I hope she's done pretty well in high school so far. And also, the youngest out of all of us is on her way to high school. She's seen us at the beginning of all our journeys in life. And though it's sad that she has to leave at a time like this, it's also good to know that she's proud of all of us as we are in a confident place in life. I wanted to finish off with just saying that if any of you are frustrated or sad over the timing of her passing or the fact that she's passing at all, just know that she was here. When she was here, she gave her all for all of us, and she will still be with us no matter where we are in life. This week, as we said goodbye to Amachi, it hit me how incredibly lucky and blessed I have been to have her with me for 15 years. She always looked out for us and our health. After every meal, she would bring us a big plate of any fruit you can think of. Amachi loved her plants. She looked after her plants as much as she looked after us. Amachi would always be listening to Christian songs all day and would fall asleep listening to them. I would always test her memory to keep her mind active. I would ask a series of questions such as, what is Bindu Auntie's and Mommy's phone number? And she would think for a second, but then always give us the correct answer. Her style was very elegant with her beautiful collection of saris. I hope to one day inherit some of them also. She was a Sundari Amachi inside and out. Appaja just couldn't wait to have her back. 10 months was long enough for him. Amachi, I will never forget your affectionate hugs and kisses. I will miss you dearly, but I know you are in heaven with God and Appaja. I love you, Amachi. I just wanted to again say thank you to everyone who came, especially those of you who traveled a great distance. I know you've already had to sit through like 9 other speeches, so I'll try and make this one short. I was very lucky to be able to live next door to Amachi and see her every day. Every morning I'd go and visit her, and the first thing I would do is give her a kiss on the forehead. She would always tell me that she wanted to teach me how to do the dishes, as if she hadn't taught me 3 times before. And then she'd complain that I didn't do it as well as Jessica. As everyone here, including Amachi, already knows, she was incredibly beautiful, but she also believed that she had beautiful grandchildren. She was definitely one of our #1 supporters. Our love for Amachi was beyond words and will always be with us, but for now we must say goodbye. Mamila and Jamona, she came from India just for the funeral. She's going to say a few words. I am the youngest sister of Rajamma, or Chandamma, we call her Rajamma, and in short form we call her Raja.
My oldest memory is that, we are from a family of 10, and she's the third one, and I'm the 10th one. So I heard from my oldest siblings and from my mom that, she was very small when she was a baby or, an infant. So they gave special, my Achajan and Amma gave special care for Raja, and she was a special child for them. She was given only nutritious food, not like us. When we eat kappa and kani, she was given nutritious food like banana, egg, milk, and cheese, butter. And I remember one time my father was a lawyer and a politician, so he got arrested in the Northern Samaram. So he was in Koilon in a jail, and he was writing letters to mom. In that letter, he has written, "Nee ente Rajamma kunyine choru kodukkeruthu. Avakke ettekka pazhippiche chuttu venam kodukkanayittu." So she is the special one in our family. Even though most of my siblings moved to US. We were there alone. And not only that, when we were kids, when me and my sister Indira, we were kids, Rajamma was living in India and she had so many, asthma problems, so she is admitted in the hospital most of the time. So when my mom hears that she's in the hospital, she leaves in the next train to Chingavanam or bus to Chingavanam. I don't know how she heard the news. We don't have any telephone at that time. But somehow we hear the news, and she will come back home only in 1 week or 2 weeks. And just me and Indra Chechi and Monica, and we will be home, small kids. But she don't care about, what we are doing. She will leave and she come back in 2 weeks. And when I was in high school and college, my summer job was, as soon as I get vacation, I have to pack my things and go to Chingavanam. You have to go and take care of Rajamma's kids. So every summer vacation is that, in 2 weeks I pack everything, I go to Chingavanam, stay there 2 months, and maybe 2 days before the school opens, I come back to Raleigh. So that became my routine work until I got married. Even after my marriage, every time when I get a chance, I go to Raja and help her out. By that time, all my siblings moved to US, except Rajamma, me, and my oldest sister, Rajamma. So we became so close, and we made a special bond, and we had our own secrets that we don't tell the other siblings. So I still remember, I go to her one day, I was there, and everybody likes my kids because they were the only ones who calls everybody Chetai. That is a special name in Peravum, that I call all the old age Chetai. That's not in Chingavanam, so everybody likes that. When we land in Chingavanam, all the neighbors will come, "Oh, Chetai mar here undo." So I left to my kids. One day we said, let's go for a movie. And me and Rajamma, we went to Kottayam to see a movie. I left my kids with Beena and Bindu. By the time we reached the theater, they said the house is full. There's only 2 seats left in the extreme front. We were looking at each other, how do we sit in the front? Rajamma was telling me, everybody in Kottayam knows me. I don't know why somebody will see me sitting in the front and watching movie. I said, anyway, we came all the way here, let's watch the movie. We went and sat there. We were very close to the screen, and we were looking at like that to the screen because the front seat was very close. And after a second or something, the movie started. It was Mammootty's movie. Mammootty came to the set, and Rajamma was so worried. What happened to Mammootty? His shape changed.
We were looking from his bottom, from his leg. So he looks like a different person. We didn't watch the movie, we were laughing the whole time. Mammootty's shape changed after we all came here. At that time, actually, Rajamma and Rajamma were like mom to me. My mom was here with my brother. So they were my mom, and for my grandkids, grandparents, Thomachayan and Rajamma come to Paravam to see how I am doing. She was so worried. After we came here, we kept that bond, continued that bond. Once in a while, we talk maybe 2 or 3 days, and we talk for a long time. We sometimes say, some gossips about other siblings that we don't, and we laugh for a long time about that. And last week, when I was talking to her, I moved back to India because my husband had a stroke, and she was so worried about me staying in India alone, the rest of the family here. And even though I say I'm doing okay, she was so worried and she was praying for me. Last week, we were talking. Every time when we talk for an hour. She said all the stories that's happening, going on here. And after talking for a little time, she said, some of the things I forgot. And she was looking at the door, saying, I don't know whether Bindu is coming. If Bindu comes, അവളെന്നെ വഴക്ക് പറയും. ഈ കഥയെല്ലാം ജയമോളാൻറ്റിയോട് പറയുന്നത്. I said, അവളോട് പോകാൻ പറ മമ്മി. മമ്മി എന്നോടെല്ലാം പറഞ്ഞു. അങ്ങനെ after a little while she said, I don't know, I have certain things I forgot. I told her, next time, write it down in a piece of paper so that you can tell me everything that you forgot this time. And I never got a chance to do that again. Thank you to Maharaja, you have now plenty of time to write down everything that you want to tell me. And you can tell me everything when we see next time. We all love you very much. You are still a special kid for all your siblings. And I know you are very happy to be with Chachan and Amma and Somachayan and Rajan Pachima and Sajima and Kunyonichayan. We all love you so much. Bye, Rajan. I guess it's my turn now. As the youngest son-in-law in the family, I would like to thank everyone. I really don't know where to start. I think I should start by thanking God for making this possible. Many of you are not aware, but until 9:15, we weren't even sure which priest was going to do the funeral services. Father Nirmakuri here is from Dallas. He unfortunately got stuck in LaGuardia. Couldn't get his flight last night. His projected time of arrival was 10:50, so that was and we wanted to start the funeral at 10. So we didn't think that option was going to work. Father Tenny from this church was stuck at JFK. So his projected time of arrival was 10:30, and we didn't know if he would make it. Father Mathew Sachin, he was here yesterday for the wake services. Fortunately, he stayed over in Cary. And I should thank you first, Sachin, for, ചോദിച്ചപ്പം യാതൊരു വിഷമവും കൂടാതെ ഈ സർവീസ് ഏറ്റെടുക്കാൻ സമ്മതിച്ച അച്ഛന് ആദ്യം നന്ദി പറയട്ടെ. Father Joseph Nidamanguri, you were here for a child's service, and here you're again here for Mummy's service. Thank you for going through all that trouble and coming to bless us with your presence. ഈ അവസരത്തിൽ ഫാദർ എം കെ തോമസ് അച്ഛനോട് നന്ദി പറയുന്നു. ഞങ്ങൾ അച്ഛനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചപ്പം യാതൊരു മടിയും കൂടാതെ ഈ പള്ളി ഞങ്ങൾക്ക് വിട്ടുതരാൻ സമ്മതിച്ച അച്ഛന് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ നിന്ന ഫാദർ കെനി തോമസ് അച്ഛൻ പോയോ? I'm so glad you could make it, Achan, and thank you for all your help.
Sorry for all those late night texts yesterday. So as you know, Mummy was in the hospital for about a week or so, which was really short compared to a child who was in the hospital for about 41 days. So this whole thing seems to have happened too soon for us, and that kind of hit us a little hard. I'm glad we could do all this in the short period of time, and I'm glad that all of you could make it twice in a span of less than, 10 months. Thank you all for coming. I should also take this opportunity to thank the staff of Rex Hospital and Duke Hospital. If anybody from those hospitals are here, we are very grateful for your service and help for Mummy. Let me also thank the vicar of Lord Mother Church, who was the first priest to come to our house for a peace after Mummy passed. He also came to the wake yesterday. All committee members of Lord Mother Church who were very gracious to offer us the church for services. But unfortunately, we had a timing conflict with the baptism that was going on there. So that's why we had to look for another venue. Let me also thank committee members of this church. Saju, thanks. And I don't know the names of the rest of the members, but thank you for letting us use this church and all the facilities that go with it. Regi, thanks. You are here for a child service. You are here for Mummy service. You didn't know really what goes on in the service. We were planning to do it as a Malangara service, but you didn't say no to anything. Thank you. Thank you for your willingness to help us out. Samuel, ഈ ശുശ്രൂഷക്കാരില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ചു. സാമുവലിനെ വിളിച്ചു, യാതൊരു മണിയും കൂടാതെ he offered help us. Thank you for that, Samuel. Dankeschön. Thanks for taking the photographs. Appreciate your help. Thomas, thanks for that live telecast. It was totally unplanned. It was actually a surprise for us. Thank you for your willingness to take on that venture or project. Chomsky? Right. Oh, he ran away? Oh, he's probably gone on to the next step. Okay. Thanks for all his help. We have a small group of our friends here. I'm not going to list their names, but I'm very thankful for their help. I'm thankful for all the food that they brought to our house when we had all these guests coming over. Family. I don't know if I should thank family. They're just doing their duty, right? But anyway, we appreciate all of you. We had people coming from last Sunday. We had a big group of family and friends over at our house that kind of, help us keep our sanity. We thank you for all your presence and your. I don't know, I'm sure I missed a lot of people, but thanks to everybody who came, thanks to everybody who called, thanks to everybody who sent us letters, flowers, phone calls, and their thoughts and prayers. Last of all, let me thank Mummy for everything she did for us. We just lost a mother, a grandmother, a babysitter, a great cook, a gardener, and above all, the best neighbor you can ask for. Thanks for everything, Mommy. Hope you rest in peace. Dear Maria, I'm really glad to be here at this time. I did not even think of any remote possibility of being delayed this much because we have no idea what is going to happen next time here.
So it is actually a true example of being very ecumenical. These priests and this church, they were all willing to do the service, and they welcomed all of us very warmly. Let us keep the spirit till the end, and it is divine that we help and support and be with the people who are especially in an needy situation. And especially I appreciate the courtesy of the pastor of this parish and of course our Tectonians. We were actually together in Dallas sometimes, and he just reminded me before we began this service. I actually forgot. I have very loose memory, so thank you for reminding me. So we have already finished our service here in the church, and we closed coffin. And if somebody wants, we can reopen it when we get there at the grave. But if not, it's fine. So there will be a small service up there. Now we are going to do a Dua Prarthana, Makkalilappan. So let us all stand and do that prayer. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ ജീവസർവ്വതുണർത്തണമേ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു എഴുന്നേറ്റു ചെയ്തിടുന്നു പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാനെന്നിട്ടു മരിച്ചു എന്നും കാത്ത തന്നരുളിൽ മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ദൂരമാക്കണമേ. ദാവീദിന്റെ ആശ്രിതയെക്കുറിച്ച് നമുക്ക് പാർക്കുന്നു. ഞാൻ മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നീ പാർപ്പിക്കണമേ. ഒന്നോട് മരുന്നവരും മരിച്ചവരെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ സകലപരേതരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാമപുത്രനും പരിശുദ്ധവും സഹായമായുള്ളവയും ബലഹീനവും മറ്റുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി മാറ്റി തീർക്കണമേ. So let us move to the grave. I hope you have already received the direction, direction to go there. Do you have something in the house? Okay, let us all move to the funeral place as it is. Please follow the family as we process to the graveside if you are going to the cemetery. The address of the cemetery is 7002 Green Hope School Road, and we'll go in procession together, and we have a police escort that will lead us there.
Joe, I'm sorry I missed you guys in my previous word of thanks. Apex Funeral Home, we want to thank them for all their services and all their accommodating our silly requests, It's hard to get those Indians out of that funeral home on time. I know you went through this with the child's funeral, again with mommy's funeral, but thanks for all your help and understanding. Thank Sorry, one more thing. I think I mentioned this before, but my wife says I did not. So please join us for lunch at Cary Senior Center after the burial services. Yes. Bears just have 3 on each side. Bears just wait right there, please. Paul Bears, if you would step up to the casket. Paul Bears. Can you go on your back shoulder? Stand on one side. അതെടുക്കാതെ പോയി അല്ല ഇത് മറ്റേത് ഉന്തി കയറ്റിയാൽ മതിയായിരുന്നു ഇതിപ്പം പിടിച്ചോണ്ട് വരണ്ട അല്ലല്ല മറ്റേ ഇത് ശരിയാവും റെക്കോർഡ് ചെയ്യുന്നുണ്ട്